മാമാട്ടി വലുതാകുന്നതോടൊപ്പം അവളുടെ വാശിയും വഴക്കും ഒക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു പൊന്നാട കൊണ്ട് തയ്പ്പിച്ച പട്ടുപാവാടയാണ്. അതായത് നമ്മുടെ ഇവിടെ സ്ഥാനാർത്ഥി വന്ന സമയത്ത് സ്ഥാനാർത്ഥിനെ അണിയിച്ച സാധനമായിരുന്നു. അതെന്റെ അമ്മൂമ്മക്ക് കിട്ടി. അമ്മൂമ്മ കൊണ്ടുവന്ന് എന്റെ ഈ തന്നു. കുഞ്ഞിന് എന്തെങ്കിലും തയ്ക്കാൻ പറ്റുമെങ്കിൽ തയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ തയ്പ്പിച്ച് കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത് എന്തായാലും വിഷുവിന്റെ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ടില്ലല്ലോ എന്ന്. അങ്ങനെയാണ് കേട്ടോ എന്റെ കൂട്ടുകാരൻ വന്നിട്ട് ഫോട്ടോ എടുക്കാന്ന് പറഞ്ഞത്. അപ്പൊ വിഷുവിന്റെ ഫോട്ടോഷൂട്ട് ആകുമ്പോ കാണിക്കുന്നതും കൃഷ്ണന് മസ്റ്റ് ആണല്ലോ. അപ്പൊ നമ്മൾ നമ്മുടെ അടുത്തുണ്ടായിരുന്ന സ്ഥലത്ത് പോയിട്ട് കാണിക്കുമെന്ന് പറയുമായിരുന്നു. ഫോട്ടോ എടുക്കാൻ പോയിട്ടൊന്ന് താഴെ നിൽക്കാൻ പോലും അവള് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. നല്ല വഴക്കാണ്. ഇതൊക്കെ എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ പാടില്ല. വീട്ടിൽ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് 1, 2, 3 ഫോട്ടോ എടുക്കാൻ പറ്റും. പക്ഷെ പുറത്തോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് താഴ്ത്തിറങ്ങില്ല. അതും ഇങ്ങനെ ഫോട്ടോ ഒക്കെ എടുക്കണമെന്ന് വെച്ചിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ ഒട്ടും ഇറങ്ങത്തില്ല. സത്യത്തിൽ ഫോട്ടോഗ്രാഫറുടെ കഴിവ് സമ്മതിക്കണം കേട്ടോ. ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഒരു 2-3 ഫോട്ടോ ഒപ്പിച്ച് അവൻ എടുത്തിട്ടുണ്ടായിരുന്നേ. എന്റെ കൂട്ടുകാരനാണ് ഫോട്ടോ എടുക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്. അവനെ സഹായിക്കാൻ അവന്റെ അനിയത്തിയും വന്നിട്ടുണ്ടായിരുന്നേ. അവൾക്ക് ഉറക്കം വന്നിട്ടാണെന്നൊക്കെ വിചാരിച്ചിട്ട് പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പോരുകയും ചെയ്തു. പക്ഷെ വണ്ടി കയറി കഴിഞ്ഞപ്പോഴേക്കും അവള് ഫുള്ള് ചിരിയും കളിയും ഫുൾ ആക്റ്റീവ്. അഡ്ജസ്റ്റ് ചെയ്ത് കിട്ടിയ 2-3 ഫോട്ടോ ഞാൻ പോസ്റ്റ് ചെയ്തേക്കാവേ.